കുട്ടികൾ ഒരു സൈഡിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ അച്ഛനും അമ്മയും അവരുടെ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങി കിടക്കുകയാണ്. അപ്പം സെപ്പറേറ്റഡ് ആണെങ്കിലും ഡിവോഴ്സ്ഡ് ആണെങ്കിലും എന്താണെങ്കിലും അതിന് മുൻപ് ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ലൈഫിലും ഇപ്പുറത്തെ സൈഡിൽ കുട്ടികൾ അവിടെ നിന്ന് അവരുടെ ലോകം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയും അവർ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ കുരുക്കുകൾ അഴിച്ചുകൊണ്ട് അത് വലുതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പകരം അപ്പോഴും അവിടെയും വേദനിക്കുന്നത് വിക്ടിംസ് ആവുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് കൗൺസിലിങ്ങിന് ഫസ്റ്റ് ടൈം ഡിവോഴ്സിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പല പേരൻസും കൗൺസിലിങ്ങിന് വരാറുണ്ടല്ലോ. അപ്പോൾ അവരുടെ മെയിൻ ഈ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റ് എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഒരു ഡിവോഴ്സിന് മുമ്പ് കൗൺസിലിങ്ങിന് പോകുന്ന രീതിയൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അങ്ങനെ ഒരിക്കലും ഇല്ല. ആ സമയം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന എന്താണ്, ആദ്യം ജയിക്കണമെന്നുള്ളതാണ്. ഓക്കെ, ആ ജയത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ പ്രോബ്ലത്തിന് എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ചിന്തിക്കുന്നില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സപ്പോസ് ഒരു കൗൺസിലിങ്ങിന് വന്നെന്നിരിക്കട്ടെ, ഇപ്പം ഐതർ ഏതെങ്കിലും ഒരു പാർട്ണറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ പിന്നെ ആ പാർട്ണർ പിന്നെ വരില്ല. അവർക്കൊരു പേടിയാണ് ലേബലിംഗ്. പക്ഷേ അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ സെൽഫായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ്, ഈ ഡിവോഴ്സ് ആയാലും അവർ ജീവിക്കണ്ടേ അല്ലേ? അപ്പൊ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ വേണ്ടേ? അപ്പൊ നമ്മളെ മാനസികാരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു സമൂഹത്തിനോട് നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഈ ഹസ്ബൻഡ് ഇല്ലെങ്കിലും സമൂഹമുണ്ട്, കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിലും മാനസികമായിട്ട് നമ്മൾ നല്ല രീതിയിലായിരിക്കണം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനോ ഒന്നും തയ്യാറാവില്ല. പക്ഷെ ഇപ്പം കുടുംബ കോടതിയിൽ മാൻഡേറ്ററി ആണ്, അതായത് കൗൺസിലിംഗ് മാൻഡേറ്ററി ആണ്. അതായത് കേസ് ഫയൽ ചെയ്ത് ഉടനെ തീരുമാനങ്ങളിലൊന്നും എത്തത്തില്ല. കോടതി സമയമെടുത്ത് കൗൺസിലിങ്ങിനൊക്കെ പോയി, കൗൺസിലിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് മീഡിയേഷൻ പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട് കോടതി ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. ഓക്കെ, മുൻപ് നമ്മൾ ഈ പ്രൈവസി എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അത് ഈ കുടുംബജീവിതത്തിനകത്ത് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു സമയത്ത് ഈ പ്രൈവസി എന്ന് പറയുന്ന വാക്കിനെ ആൾക്കാർ എൻ്റെ പ്രൈവസി കയറി ഇടപെട്ടു എന്ന് രീതിയിൽ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, എന്താ പറയുക, നമ്മളിടയ്ക്ക് പറയും കലിപ്പിൻ്റെ കാന്താരി എന്നൊക്കെ പറയുന്ന ഒരു ടേം ഒക്കെ വന്നതാണ് ഈ പ്രൈവസിയുടെ കാര്യത്തിൽ. നീ എന്ത് ചെയ്യുന്നു, നീ എന്ത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതൊരു സെക്ഷനിൽ അവിടെ നിൽക്കുകയാണ്. എന്നാൽ അടുത്തൊരു പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ കാര്യങ്ങളൊന്നും അറിയാത്ത, ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാത്തൊരു കുടുംബത്തിലേക്ക് മാറുകയാണ്. അവിടെയും പ്രൈവസി തന്നെയാണ്. ഈ രണ്ട് സൈഡിലും പ്രൈവസി നിൽക്കുകയാണ്. പക്ഷേ ഈ പ്രൈവസിയുടെ ഒരു ബോർഡർ ഉണ്ടല്ലോ, അതായത് അതിൽ നിന്ന് മാറി ആൾക്കാർ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു വേയിലേക്ക് മാറിക്കഴിഞ്ഞു, അതായത് ഒരു കുടുംബജീവിതത്തിനകത്ത്. അപ്പോൾ പ്രൈവസി ശരിക്കും ആവശ്യമാണോ അല്ലയോ? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രൈവസിയൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ അതൊരിക്കലും പേഴ്സണൽ ഇഷ്യൂസിലേക്ക് ചെന്ന് എത്താൻ പാടില്ല. ഓക്കെ, ഒരാൾ വളരെ പ്രൈവറ്റായിട്ട് ഇരുന്ന് ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഇരുന്ന് ഭാര്യയുടെ അടുത്ത് പറയാതെ തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈബർ ചതിക്കുഴിയിൽ ചെന്ന് വിടുന്നു, പ്രൈവറ്റായിട്ട് ഇരുന്ന് ക്യാഷിൻ്റെ കാര്യം ഒന്നും ഡിസ്കഷൻ ഒന്നുമില്ല. അവസാനം ഇത് പ്രൈവറ്റാണ്, ഞാൻ ഭർത്താവിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കാറില്ല, അയാൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ല എന്നുള്ള കൺസെപ്റ്റിൽ ഇരുന്നിട്ട് അവസാനം ഈ പ്രൈവസിയൊക്കെ നമുക്ക് പ്രശ്നമായിട്ട് വരും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം ചാറ്റ് ആരെങ്കിലും ഒരാൾ ചാറ്റ് ചെയ്ത് കണ്ടിട്ട് ഇഷ്യൂസ് ആവുന്നവർ, അത് ചിലപ്പോൾ ഹസ്ബൻഡ് ഇത് അറിയത്തൊന്നുമില്ല. അവസാനം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഇവരെ ഇതായിട്ട് ചിന്തിക്കും, പ്രശ്നം ഉണ്ടാക്കും. നിന്റെ ചാറ്റൊക്കെ ഞാൻ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നോ, അതല്ലെങ്കിൽ വീഡിയോ ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ടെന്നോ. അപ്പം പെണ്ണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, സ്ത്രീകൾക്ക് പൊതുവെ. നമുക്ക് ഒരാൾ ഇമോഷണലി നമ്മളടുത്ത് ഇച്ചിരി സ്നേഹം കാണിച്ചാൽ നമ്മൾ വീട്ടിലെ ഹിസ്റ്ററി, ബയോളജി, എക്കണോമിക്സ് സകലതും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമ്മളെ വീക്ക്നെസ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ ആ ഒരു ഏരിയ കൂടുതൽ കവർ ചെയ്യും. ഇപ്പോൾ ഒരു സ്ത്രീക്ക് കെയറിങ് ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്ക് അവിടെ ജോലിയൊന്നും ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് ഇരിക്കണ സൈബർ എൻ്റെ അപ്പുറത്തിരിക്കണ ആളിനെ അയാൾ ഇരുന്ന് നീ ഉണ്ടോ, ഉറങ്ങിയോ, കുട്ടികൾ വന്നോ എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ പ്രൈവസി, ഭർത്താവ് ഇതിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞിരിക്കണ ആൾ ഇതൊന്നും അറിയുന്നുമില്ല. ആവശ്യത്തിന് പ്രൈവസി, പ്രൈവസിയെ കാട്ടിയുള്ളത് പുരുഷന്മാരായാലും സ്ത്രീ ആയാലും സ്വയം തിരിച്ചറിവുകൾ ഉണ്ടാവണം. ഓക്കെ,
എവിടെ നമുക്കൊരു ബോർഡർ ഇടണം, എവിടെ കട്ട് ചെയ്യണം, ആ ഒരു രീതിയിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. ഓക്കെ, സെയിം തിങ് ഞാൻ മാമിനോട് ചോദിക്കട്ടെ, പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസസ് വരാറുണ്ടോ? പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട് കേസ് വരാറുണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ പ്രൈവസിയിൽ വൈഫ് ഇൻ്റർഫിയർ ചെയ്തു, ഹസ്ബൻഡിൻ്റെ ചാറ്റ്സ് എടുത്ത് നോക്കി, അപ്പം ഹസ്ബൻഡിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വൈഫ് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇത് പ്രൈവസിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ ഇത് കണ്ടുപിടിച്ചത് എന്നാണ് ഹസ്ബൻഡിൻ്റെ വാദം. പക്ഷേ ഭാര്യയുടെ വാദം അങ്ങനെയല്ലല്ലോ. ആക്ച്വലി ഇത്രയും വർഷമായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, എന്നിട്ട് അദ്ദേഹം പോയിട്ട് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് വൈഫ് വരുന്നു. കാര്യം ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് രണ്ടുപേരെയും വിളിച്ച് സംസാരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് ഈ മറുഭാഗത്തിന് താല്പര്യം ആണെങ്കിൽ, കാര്യം ഇത് സോൾവ് ചെയ്യാൻ അവർ വില്ലിങ് ആണെങ്കിൽ, കാര്യം ഒരു ലോയറിൻ്റെ അടുത്ത് അവർ വരുന്നത് ഒരു തീരുമാനം എടുക്കാനാണ്, മനസ്സിലായിട്ടെ. അപ്പം നിസ്സാര ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ അത് സോൾവ് ചെയ്ത് പോകും. ഏതൊരു കാര്യത്തിനും ശരിക്കും പ്രൈവസി ആവശ്യത്തിന് വേണം. ഏതൊരു കാര്യമാണെങ്കിലും ആവശ്യത്തിന് പ്രൈവസി വേണം. മാഡം പ്രൈവസി പറഞ്ഞപ്പം നമ്മൾ ഈ ചാറ്റ് മാത്രമല്ല, ഇപ്പം ഞാൻ കാണുന്ന പല കേസിലും ഇപ്പം ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് വൈഫിന് പ്രശ്നങ്ങളായിരിക്കാം. സ്വാഭാവികമായിട്ട് ഭർത്താവിന് അമ്മയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കണമെന്ന് തോന്നും, സഹോദരങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നും. പക്ഷെ ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ ഓണത്തിനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് ചിന്തിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ എന്ത് ചെയ്യും? രഹസ്യമായിട്ട് ചെയ്യും. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഒരാള് ഒരു പ്രൈവസി കീപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇഷ്യൂസ് ഉണ്ടാവുന്നു? അപ്പം ഈ കപ്പിൾസിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്, അത് സോർട്ട് ഔട്ട് ചെയ്യുക ആദ്യം. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിയെടുത്ത് ഇടുന്നതിന് പകരം പരസ്പര ബഹുമാനം വേണം. കാര്യം ഹസ്ബൻഡിൻ്റെ കുടുംബക്കാരെ ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യയുടെ കുടുംബക്കാരെ ഹസ്ബൻഡിനെ ബഹുമാനിക്കണം. അങ്ങനെ ഒരു വിഷയം വന്നാൽ ഇത് ഒരു പരിധി വരെ ഈ പ്രൈവസി വരാതെ കാര്യങ്ങളൊക്കെ അങ്ങ് സോൾവ് ആയി പോകും.